ലക്ഷ്മി പ്രസാദിനെ ഒന്ന് നേരെയാക്കുന്നില്ല. പ്രസാദ് ഇത്തിരി ഒരു ശാന്തനായി കാണുന്നു. വളരെയധികം ശാന്തനായി സാർ. ആണല്ലേ? അശാന്തിയുടെ പ്രതീകമായിരുന്നു. ഇപ്പൊ തകർത്തോ? ഇപ്പൊ ഒരുപാട് പൊടിക്കാൻ അടക്കി. ഓക്കേ. ഇത് പ്രസാദേ, പ്രശ്നമാണല്ലോ. പണം ചെലവാക്കുന്നതില് സാജു പറഞ്ഞ പോലെ ബോധം കെട്ട് വീഴുന്ന കേസാന്നു. ഉറപ്പായിട്ടും ആന്നല്ലേ? ഇതിലൊരു സമാനതകളുണ്ട് അല്ലേ? ഓക്കെ. അതുകൊണ്ട് അധികം പൈസ വീട്ടിലങ്ങനെ വെക്കാറില്ല. ഇല്ല. ലക്ഷ്മി, ഈ വീട് ഭരണം, പ്രത്യേകിച്ച് അത്യാവശ്യം വരുമാന സ്രോതസ് ഭാര്യക്കുണ്ടെങ്കിൽ ഭാര്യയായിരിക്കുമോ ഒരു നല്ല ജഡ്ജി വീട് ഭരിക്കാൻ? അങ്ങനെ പറയാൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്നത് അവിടുത്തെ ഒരു അനുഭവം വെച്ച് പറഞ്ഞാൽ മതി. എനിക്കാണ് പൂർണ്ണമായിട്ടൊരു സാമ്പത്തിക സ്രോതസ് ഉണ്ടെങ്കിൽ കുടുംബം കുഴപ്പമില്ല, നല്ല രീതിയിലൊക്കെ പോകും, ഉറപ്പാണ്. പ്രസാദിനോ? അല്ല, ഞാന് രണ്ടുപേരും തുല്യമായിട്ട് അതെങ്ങനെ പറ്റും? ആരെങ്കിലും എപ്പോഴും ഒരു പവറിന് അങ്ങനെ സ്വഭാവം ഉണ്ടല്ലോ. പറഞ്ഞേരേ കണ്ട ലക്ഷ്മിയുടെ ഒരു ആഗ്രഹം. ലക്ഷ്മിയെ സംബന്ധിച്ച് എന്റെ വീട്ടില് വളരെ പവർഫുൾ ആണ്. കുട്ടികളുടെ കാര്യം നോക്കാനാണെങ്കിലും കുട്ടികളെ പഠിപ്പിക്കാനാണെങ്കിലും എല്ലാം, വീട്ടിലെ കാര്യങ്ങൾ സ്വരൂപിക്കാനാണെങ്കിലും എല്ലാം വീട്ടിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആഭ്യന്തരമന്ത്രിയാണ്. ഓക്കെ. എല്ലാം അല്ലേ? സമാധാനമായി അല്ലേ? അല്ലെ, എനിക്കൊന്ന് നമ്മുടെ പഴയ ജഡ്ജിനോടൊന്ന് ചോദിക്കാം അല്ലേ? ഇപ്പോഴത്തെ ഇപ്പൊ ഒത്തിരി കേസുകൾ കൈകാര്യം ചെയ്ത് കാണുമല്ലോ അല്ലേ? ഒരുപാട് പേർക്ക് ഡിവോഴ്സ് കൊടുക്കേണ്ടി വന്ന് കാണും, രണ്ടായിട്ട് വന്നവരെ ഒന്നിപ്പിച്ച് വിട്ട് കാണും അല്ലേ? ഒരുപാട് സിനിമാക്കാരെയും പിരിച്ചുവിട്ടിട്ടുണ്ടല്ലേ? ഈ സിനിമാക്കാരെ എടുത്തു പറയാൻ കാര്യം എന്തുവാ? എല്ലാവരെയും പിരിച്ചുവിട്ടിട്ടുണ്ട്. ഡോക്ടേഴ്സ് കൂടുതൽ വരുന്നത് ഈ സിനിമാക്കാർ മാത്രമൊന്നുമല്ല, ഡോക്ടേഴ്സ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. കാരണം തമ്മിൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകത്തില്ല. നമ്മുടെ അപ്രോച്ച് എങ്ങനെയായിരുന്നു? ഈ വീട്ടില് ഡോമിനേഷൻ അല്ലെങ്കിൽ ഭർത്താവ് സ്വാതന്ത്ര്യം തരുന്നില്ല എന്നൊക്കെ പറയുന്ന കേസുകളിലൊക്കെ അടിച്ചു പിരിയാൻ വരുന്നവരെ നമ്മളെങ്ങനെ ഏകോപിപ്പിച്ച് വിടുവോ? അത് ഡിപ്പെൻസ് ആണ്. അത് നമ്മളിപ്പോൾ കൗൺസിലിംഗ്, ഇപ്പം മീഡിയേഷനും കൺസീലിയേഷനും എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഈ 1984 ഇത് വന്നത്, ഫാമിലി കോർട്ട് ആക്ട് നിലവിൽ വന്നത് തന്നെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.